ഗുജറാത്ത് തീരത്തുനിന്ന് 40 മീറ്റർ താഴെ നമ്മുടെ കടലിന്റെ അടിത്തട്ടിൽ കൃത്യതയോടെ കൊത്തിയെടുത്ത കല്ലുകളും കൂറ്റൻ നിർമ്മിതികളും അടങ്ങിയ ഒരു നഗരം ആയിരക്കണക്കിന് വർഷങ്ങളായി നിദ്രയിലാണ്. 2001 കടലിന്റെ ആഴങ്ങളിൽ സോണാർ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. 40 മീറ്റർ താഴെ സൂക്ഷ്മതയോടെ കൊത്തിയെടുത്ത കൂറ്റൻ കല്ലുകളും ഭിത്തികളും തറകളുമെല്ലാം സോണാറിൽ തെളിഞ്ഞുവന്നു. പ്രകൃതിക്ക് നിർമ്മിക്കാനാവാത്തത്ര കൃത്യതയാർന്ന രൂപഘടനകളായിരുന്നു അവ. മനുഷ്യനിർമ്മിതമെന്ന് വ്യക്തം. എന്നാൽ ആർക്കാണ് കടലിനടിയിൽ ഇങ്ങനെ ഒരു മഹാനഗരം പണിയാൻ കഴിഞ്ഞിരുന്നതെന്ന ചോദ്യം അവരെ അമ്പരപ്പിച്ചു. ഒരു കാലത്ത് വെറും കെട്ടുകഥയായി കരുതിയിരുന്ന ഒരു പുരാണത്തെ ഈ കണ്ടെത്തൽ ഓർമ്മിപ്പിച്ചു. സാക്ഷാൽ ശ്രീകൃഷ്ണൻ പണിതുയർത്തിയ ദ്വാരക എന്ന മഹാനഗരം. സ്വർണവും വെള്ളിയും രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച അനേകം കൊട്ടാരങ്ങളുള്ള ഈ നഗരം മഹാഭാരത യുദ്ധശേഷം ശ്രീകൃഷ്ണൻ സ്വധാമം പ്രാപിച്ചപ്പോൾ കടലെടുത്തു എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. ഈ കണ്ടെത്തൽ ആ പുരാണങ്ങൾക്ക് ശാസ്ത്രീയമായ ഒരു സ്ഥിരീകരണം നൽകുകയായിരുന്നു. ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയ കല്ലുകൾ നമ്മുടെ പുരാതന ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ തെളിവുകളുമായി അത്ഭുതകരമായ സാമ്യം പുലർത്തുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലെടുത്ത ഒരു നഗരം ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. അതെ, നമ്മുടെ പൂർവികർ വെറും കെട്ടുകഥകളായി പറഞ്ഞിരുന്നത് സത്യത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ചരിത്ര സത്യങ്ങളായിരുന്നുവെന്ന് ഈ കണ്ടെത്തൽ വിളിച്ചു പറയുന്നു. നമ്മുടെ പുരാണങ്ങൾ വെറും ഭാവനയല്ലെന്ന് ശാസ്ത്രം തെളിയിക്കുമ്പോൾ ഈ ചരിത്ര സത്യങ്ങൾ ഇനിയും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചരിത്രം കടലിന്റെ അടിത്തട്ടിൽ അപ്പോഴും. അത്തരം കൂടുതൽ സത്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ കഥകൾ വെറും മിഥ്യയല്ല, ജീവനുള്ള സത്യമാണ്.